കേരളത്തിൽ ഭരണമാറ്റം വേണം എന്നത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്നാണ്. പെൻഷൻ വർദ്ധിപ്പിക്കുക, ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുക എന്നത് ആരുടെ ഔദാര്യമാണ്? ഗവൺമെന്റ് തന്നെ ഔദാര്യമൊന്നും അല്ലല്ലോ ഇത്, ജനങ്ങളുടെ അവകാശമാണ്. ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു എല്ലാ തലത്തിലും. ആ മാറ്റം ഈ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ UDF അനുകൂലമായ ഒരു വോട്ട് പാറ്റേൺ ആയി മാറാൻ പോകും. ഇപ്പോൾ ശബരിമല സ്വർണ്ണ കവർച്ച പോലെ നമ്മൾ നോക്കി കാണുമ്പോൾ അതിനേക്കാൾ വലിയ അഴിമതി എന്താണ് ഈ സംസ്ഥാനത്ത് പറയാനുള്ളത്? മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ക്രമക്കേടിനെ കുറിച്ച് ഡോക്ടർമാർ തന്നെ വിളിച്ചു പറയുന്ന ഒരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടു മുന്നിൽ എത്തി നിൽക്കുന്നു. ഒരു വശത്ത് പിണറായി വിജയൻ എന്ന ഉഗ്ര നേതാവ് നയിക്കുന്ന LDF, അതിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുണ്ട് അവർക്ക്. മറുവശത്ത് ഒരാൾക്കൂട്ടമായി UDF നിലകൊള്ളുന്നു. പക്ഷെ വലിയ ആൾക്കൂട്ടമാണ്. എന്നാൽ പലപ്പോഴും ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി അധികാരം പിടിക്കുന്നത് ഏകാധിപതികളാണ്. ഇവിടെ പിണറായി വിജയൻ എന്ന ഉഗ്രരൂപിയെ അത്ര പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ UDF കഴിയുമോ? ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തവണ UDF വലിയൊരു മുന്നേറ്റം ഉണ്ടാവും. UDF ഗവൺമെന്റ് ഫോം ചെയ്യാൻ കഴിയും. ഇപ്പൊ പുതിയ യാത്ര നടക്കുകയാണ് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ. ഞാൻ ആ യാത്രയുടെ ഭാഗമായി വിവിധ ജില്ലകളിലൂടെ കടന്നു വന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് വലിയൊരു ജനപങ്കാളിത്തമാണ്. അത് UDF കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല, പബ്ലിക് പാർട്ടിസിപ്പേഷൻ വളരെ വളരെ വലുതാണ് അക്കാര്യത്തിൽ. അപ്പൊ അത് തീർച്ചയായിട്ടും അത് കേരളത്തിന്റെ ഒരു വികാരം അവിടെ പ്രതിഫലിക്കുന്നു. കേരളത്തിൽ ഭരണമാറ്റം വേണം എന്നത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് UDF ഗവൺമെന്റ് ഫോം ചെയ്യാൻ കഴിയുന്ന, UDF അധികാരത്തിലേക്ക് വരാൻ കഴിയുന്ന എല്ലാ സാഹചര്യങ്ങളും ഇന്ന് നിൽക്കുന്നു. കാരണം ജനങ്ങൾ എല്ലാ കാര്യങ്ങളും അസസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവരുടെ ഒരു ഭരണ കാലയളവിലെ വിവിധ അഴിമതിയും നയപരമായ വീഴ്ചകളും അടക്കം എത്രയോ വിഷയങ്ങൾ ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതെല്ലാം സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു എല്ലാ തലത്തിലും. ആ മാറ്റം ഈ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ UDF അനുകൂലമായ ഒരു വോട്ട് പാറ്റേൺ ആയി മാറാൻ പോവുകയാണ്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് തുടർച്ചയായി ഭരിക്കുകയാണ് പിണറായി വിജയൻ. അവിടെ ഭരണമാറ്റം അവർക്കുള്ളിൽ പോലും ഉണ്ടായില്ല. ഈ കാലയളവിൽ സർക്കാരിന് ആനുകൂല്യം പറ്റിയ വലിയൊരു ജനവിഭാഗമുണ്ട്. ക്ഷേമ പെൻഷനുകൾ ഉയർത്തി. മറുവശത്ത് സർക്കാർ ജീവനക്കാരുൾപ്പെടെ വലിയൊരു വിഭാഗത്തെ ഒപ്പം ചേർത്ത് നിർത്തിയിരിക്കുന്നു. ഈ കാലഘട്ടത്തിലൂടെ അവർ ആർജിച്ച ധനം AKG സെന്ററിന്റെ ഖജനാവ് അത്ര ചെറുതല്ല. വലിയൊരു PR ടീം ഒപ്പമുണ്ട്. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു കേഡർ പാർട്ടി സംവിധാനം, അതിനോടാണ് മല്ലിടുന്നത്. എത്ര വലിയ PR ടീം ഉണ്ടായാലും അതിനെ മറികടക്കാൻ ജനമുന്നേറ്റത്തിന് സാധിക്കും. അത് ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ഈ പറയുന്ന ക്ഷേമ പെൻഷനും കാര്യങ്ങളും ഒക്കെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്ന് വർദ്ധിപ്പിച്ചു കൊടുത്തപ്പോൾ അത് തിരിച്ചറിയുവാനുള്ള ഒരു പൂർണ്ണ ബോധ്യം ജനങ്ങൾക്കുണ്ടായി എന്നതല്ലേ കാണാൻ കഴിഞ്ഞത്. ഈ വർദ്ധിപ്പിച്ച പെൻഷന് ശേഷമാണ് UDF ഒരു വലിയ തരംഗത്തോടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ, ബഹുഭൂരിപക്ഷ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും അധികാരത്തിലേക്ക് വരാൻ കഴിഞ്ഞത്. ഇപ്പൊ ഈ പെൻഷൻ വർദ്ധിപ്പിക്കുക, ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുക എന്നത് ആരുടെ ഔദാര്യമാണ്? ഇത് ഗവൺമെന്റ് തന്നെ ഔദാര്യമൊന്നും അല്ലല്ലോ, ഇത് ജനങ്ങളുടെ അവകാശമാണ്. ഇതിപ്പോ അവര് ചെയ്യുന്നത് ഇത് ഞങ്ങൾ എന്തോ ഇട്ട് തരുന്നു, ഔദാര്യം പോലെ തരുന്നു, നിങ്ങൾ വേണമെങ്കിൽ അത് എടുത്തോളണം, എടുത്തിട്ട് ഞങ്ങൾ പറയുന്ന പോലെ കേട്ടോളണം. ആ സമീപനമൊന്നും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നൊന്നല്ല. ശരി, ഇനി ഇവർക്ക് പെൻഷൻ വർദ്ധിപ്പിച്ചു, ഇത് വർദ്ധിപ്പിക്കേണ്ടതെന്നാ 2021 അധികാരത്തിൽ വന്ന സർക്കാരല്ലേ ഇത്? 2021 അധികാരത്തിൽ വന്ന സർക്കാർ 2025 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ തലേന്നല്ലല്ലോ ഇത് വർദ്ധിപ്പിക്കേണ്ടത്. യാതൊരു ആത്മാർത്ഥതയില്ലാത്ത ഇടപെടലാണ് അക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഇതൊരു പോളിസി മാറ്റർ അല്ലേ? ഒരു പാലോ റോഡോ ഒക്കെ പണിയാൻ ചിലപ്പോൾ 4-5 കൊല്ലം എടുത്തിരിക്കും, അതിൽ കൂടുതലും എടുക്കാം. പക്ഷെ ഇതൊരു നയപരമായ തീരുമാനമാണ്. ആദ്യത്തെ മന്ത്രിസഭയ്ക്ക് എടുക്കാവുന്ന തീരുമാനമാണ്. ഞാനതാ പറഞ്ഞു, ഇപ്പൊ പണം ഉണ്ടായല്ലോ. ആദ്യത്തെ മന്ത്രിസഭയ്ക്ക് എടുക്കാവുന്ന ഒരു തീരുമാനമായിരുന്നത്. അത് രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി വെച്ച് താമസിപ്പിച്ച് 2025 പഞ്ചായത്ത് ഇലക്ഷൻ തൊട്ടു തലേന്ന് അത് വർദ്ധിപ്പിക്കുകയും അത് ജനങ്ങൾ അതിനെ പൂർണ്ണമായും അതിനെ അംഗീകരിക്കാതെ നിരാകരിക്കുന്ന സാഹചര്യമല്ലേ കാണാൻ കഴിഞ്ഞത്. അപ്പൊ അത് വർദ്ധിപ്പിച്ചു അല്ലെങ്കിൽ ഇത് പെൻഷൻ കൂട്ടി എന്നുള്ളതൊന്നും LDF അനുകൂലമായി വരുന്ന നിലയിൽ കാണേണ്ട ആവശ്യമില്ല. അതിന്റെ ശരിയും തെറ്റും ഒക്കെ തിരിച്ചറിയാനായിട്ട് പ്രാപ്തരാണ് കേരളത്തിലെ പൊതുജനം. ഈ LDF മുന്നണിയിലെ ഇപ്പോൾ ഭരണകൂടത്തിരിക്കുന്ന മന്ത്രിമാർക്കെതിരെ പ്രത്യേകിച്ച് അഴിമതി ആരോപണങ്ങളൊന്നുമില്ല. വലിയ കുഴപ്പമില്ലാതെ കൊണ്ടുപോകുന്നു ഈ മന്ത്രിസഭയെ. അപ്പോൾ വലിയൊരു ജനവികാരം ഉണ്ടോ ഇതിനെതിരെ? വലിയ കെടുകാര്യസ്ഥതയോടെയല്ലേ ഈ സർക്കാർ മുമ്പോട്ട് പോകുന്നത്.
വലിയ കെടുകാര്യസ്ഥതയോടെ. ഇപ്പൊ ശബരിമല കൊള്ള പോലെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ, ശബരിമല സ്വർണ്ണ കവർച്ച പോലെ നമ്മൾ നോക്കി കാണുമ്പോൾ അതിനേക്കാൾ വലിയ അഴിമതി എന്താണ് ഈ സംസ്ഥാനത്ത് പറയാനുള്ളത്? അതിൽ കോൺഗ്രസ് നേതാക്കളുണ്ട്. അല്ല, അത് ഫോട്ടോ എടുത്തു വെച്ചു എന്നുള്ളത് കൊണ്ടാണ് ചോദ്യം ചെയ്യാൻ അടൂർ പ്രകാശിനെ വിളിച്ചതെങ്കിൽ ഫോട്ടോ ഒരുപാട് പേരുടെ കൂടെ ഈ പറയുന്ന പോറ്റി എന്ന് പറഞ്ഞ ആളെടുത്തിട്ട് അവരൊക്കെ ചോദ്യം ചെയ്യണ്ടേ? മുഖ്യമന്ത്രി ഉൾപ്പെടെ ഫോട്ടോ എടുത്തിട്ടില്ല, ചോദ്യം ചെയ്യണ്ടേ? അതിലേക്കൊന്നും ഞാൻ അത് ഒരു അതൊക്കെ ഈ പറഞ്ഞതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഇപ്പൊ SITയുടെ അന്വേഷണം പോലും ഒരു ട്രാൻസ്പെറന്റ് ആയ നിലയിൽ നടത്താൻ അവർക്ക് കഴിയുന്നുണ്ട്. ഇപ്പൊ ശിക്ഷിക്കപ്പെട്ട ആൾക്കാർ പോലെ ജയിലിലായ റിമാൻഡ് പ്രതികൾ എല്ലാവരും ഒന്നിനു പിറകെ ജാമ്യം ലഭിച്ചിറങ്ങിയല്ലേ? സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് അവർക്ക് ജാമ്യം ലഭിക്കുന്ന നിലയിലേക്ക് വരുന്നു. കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ വലിയ കാലതാമസം അക്കാര്യത്തിൽ കൊണ്ടുവരുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ്. ഇപ്പൊ കെടുകാര്യസ്ഥതയുടെ ഒരു മുഖമുദ്ര ഈ സർക്കാരിന്റെ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പൊ ആരോഗ്യ വകുപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ഈ പറഞ്ഞ കാർഷിക മേഖല നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒക്കെ ഇത് വളരെ വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നല്ലേ? വന്യജീവി ആക്രമണങ്ങൾ, ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ വീഴ്ചകളൊന്നല്ലേ ഇത്? കുടിയേറ്റ മേഖലകളിൽ നിന്ന് കർഷകർ കുടിയിറക്ക ഭീഷണിയിൽ നിൽക്കുകയാണ്. ഇന്ന് കുടിയിറക്കമാണ് അവിടെയൊക്കെ ഉണ്ടാവുന്നത്. അവിടെ പകൽ വെളിച്ചത്ത് പോലും വന്യജീവികൾ ഇറങ്ങി മനുഷ്യരെ ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്യുമ്പോൾ ഒരു നിസ്സംഗമായ സർക്കാരിനെയല്ലേ നമുക്കവിടെ കാണാൻ കഴിയും. 10 വർഷമായല്ലോ. എന്ത് സമീപനം ഇക്കാര്യത്തിൽ ഗവൺമെന്റ് സ്വീകരിക്കാൻ കഴിയും? പ്രസക്തമായ എത്രയോ ചോദ്യങ്ങൾ അത്തരത്തിൽ നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിയും. ഇപ്പൊ റബ്ബറിന്റെ സംഭരണ വില 250 രൂപ അവരുടെ പ്രകടന പത്രത്തിൽ ഉണ്ടായിരുന്നതാണ്. ഇപ്പോഴും അത് വർദ്ധിപ്പിച്ച് കൊണ്ടുവരാനുള്ള സാഹചര്യം ഗവൺമെന്റ് ഒരുക്കുന്നില്ല. അപ്പൊ എല്ലാ മേഖലകളെയും പൂർണ്ണമായും അവഗണിക്കുന്ന നിലയിൽ തന്നെ കാണാൻ കഴിയുള്ളൂ. ഇപ്പൊ ആരോഗ്യ രംഗത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്, ഈ ആരോഗ്യ വകുപ്പിൽ ആവശ്യമായ ഡോക്ടർമാരോ മറ്റ് നഴ്സിംഗ് സ്റ്റാഫുകളോ ഇല്ലാത്തത് വലിയ പ്രതിസന്ധി. നമ്മുടെ ഹെൽത്ത് സെന്റേഴ്സ്, നമ്മുടെ PHSCകൾ, അതായത് ഇപ്പൊ FHSCകളാണ്. FHSCകൾ തൊട്ട് മെഡിക്കൽ കോളേജുകൾ കാണാൻ കഴിയുന്നില്ലേ? മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ക്രമക്കേടിനെ കുറിച്ച് ഡോക്ടർമാർ തന്നെ വിളിച്ചു പറയുന്ന ഒരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. എത്രയെത്ര വിഷയങ്ങൾ ഇന്ന് കേരളത്തെ സംബന്ധിച്ച് മുന്നോട്ട് വരുന്നു. നമ്മുടെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽസ് എല്ലാം കോർപ്പറേറ്റുകൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചെറിയ ക്ലിനിക്കുകൾ, അതായത് 5-10 ബെഡുള്ള ക്ലിനിക്കുകൾ പൂട്ടപ്പെട്ടു പോവുകയാണ് കേരളത്തിൽ. അപ്പൊ അതൊക്കെ സ്വാഭാവികമായിട്ടും ആരോഗ്യ രംഗത്ത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഒരു അരക്ഷിതാവസ്ഥ കുട്ടികളെ പുറത്തോട്ട് പോകാൻ കൂടുതൽ പ്രേരിപ്പിക്കുകയാണ്. ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് അവർ തേടി പോവുകയാണ്. ഇതൊക്കെ ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വസ്തുതകളല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. ആ വിഷയങ്ങളെ ആസ്പദമാക്കി തന്നെ നമ്മൾ നോക്കിക്കാണുമ്പോൾ ഇതിന് ഒരു അവസാനം ഉണ്ടാവണം. ഈ സർക്കാരിന്റെ ഇത്തരത്തിലുള്ള ദുർഭരണത്തിന് അവസാനം ഉണ്ടാവണമെന്ന് സാധാരണ മനുഷ്യൻ ചിന്തിച്ചാൽ തെറ്റു പറയാൻ കഴിയും. നവീൻ ബാബുവിന്റെ കൊലപാതകം, പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ കൊലപാതകം, ഒരുപാട് വിഷയങ്ങൾ ഈ സർക്കാരിനെതിരെ പലപ്പോഴുമായി ജനവികാരമായി ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മിക്ക മുഖ്യധാര മാധ്യമങ്ങളും ചാനലുകളും ഒക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വിലക്കെടുത്തുകൊണ്ട് സർക്കാർ അനുകൂല പ്രചരണം അവർ നടത്തുന്നു. അപ്പോൾ ഇത്തരം പല സംഭവങ്ങളും വിസ്മൃതിയിലേക്ക് പോകില്ലേ? ഞാൻ അങ്ങനെ കരുതുന്നില്ല. വിസ്മൃതിയിലേക്ക് പോവുകയില്ല. ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതൊക്കെ ഒരു ഗവൺമെന്റിനെതിരെയുള്ള കുറ്റപത്രമായി മുന്നോട്ട് വരാൻ പോവുകയാണ്. ഇതെല്ലാം ഇപ്പൊ ആരെങ്കിലും എല്ലാവരെയും വിലക്കെടുത്ത് എല്ലാവരുടെയും വാം മൂടിക്കെട്ടാൻ കഴിയും? ഒരിക്കലും കഴിയുകയില്ല. ഇതെല്ലാം ഇന്നത്തെ ഒരു മീഡിയ സിസ്റ്റം വളരെ വളരെ വിപുലമായ നെറ്റ്വർക്കാണ്. നമുക്ക് ആർക്കും ഒരാളെ ഇരുന്നുകൊണ്ട് എത്രമാത്രം ഒരാളെ പുകഴ്ത്തി പറഞ്ഞാലും സത്യവും യാഥാർത്ഥ്യവും ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിലേക്ക് അത്രമാത്രം മാറ്റങ്ങൾ വന്നു. ഇപ്പൊ ഒരു പത്രത്തിൽ എഴുതുന്ന വാർത്ത ശരിയാണോ തെറ്റാണോ എന്ന് മനുഷ്യർക്ക് വിലയിരുത്താൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഇന്നുണ്ട്. അപ്പൊ ആ രീതിയിലേക്ക് ഇത് മാറിയിരിക്കുന്നു. അപ്പം ഇത് ഇങ്ങനെ PR വർക്ക് കൊണ്ട് ഒരു സർക്കാരിന് തുടർച്ചയെ കൊണ്ടുവരാൻ സാധിക്കുകയില്ല. ഇപ്പൊ കഴിഞ്ഞ ഈ ഗവൺമെന്റിന്റെ തുടർച്ച പ്രധാനപ്പെട്ട അന്നത്തെ ഒരു കോവിഡിന്റെ കാലത്തുണ്ടായ ഒരു പ്രത്യേക പശ്ചാത്തലമായിരുന്നു അന്നത്തെ തെരഞ്ഞെടുപ്പ്. അങ്ങനെ ഒരു സോഷ്യൽ ഇഷ്യൂവിന്റെ അടിസ്ഥാനത്തിൽ വന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു ആനുകൂല്യം അവര് ഫലപ്രദമായി അവരവിടെ അന്ന് വിനിയോഗിച്ചു. പിന്നെ ചില രാഷ്ട്രീയ ഏകീകരണങ്ങൾ അവര് ഉണ്ടാക്കാനായിട്ട് അവർ ശ്രമിച്ചു. അങ്ങനെയൊക്കെ ഉണ്ടായ ഒരു സന്ദർഭമാണ് ഒരു ഭരണ തുടർച്ച വന്നത്. എന്തായാലും അതൊന്നും ഇനി കടന്നു വരാൻ പോകുന്നില്ല. മറുവശത്ത് പിണറായി വിജയന്റെ ഏകാധിപത്യ ശൈലി, ധാർഷ്ട്യം, അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമാകും. സ്വാഭാവികമായിട്ടും ആവുമല്ലോ. ഞാൻ പറഞ്ഞത് എല്ലാം വിലയിരുത്തപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ്. ജനങ്ങൾ ഇതെല്ലാം നേരിട്ട് കാണുകയാണ്, ലൈവായിട്ട് കാണാൻ കഴിയും. ഇപ്പൊ ലൈവ് ചാനലുകാർ എടുത്തില്ല, ഒരാൾ മൊബൈലിൽ ഇതെടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ വിട്ട് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ സാധനം കാണാൻ എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ ഇന്നത്തെ മനുഷ്യർക്ക് സാധിക്കും. അത് സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇന്നത്തെ സമൂഹം അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അംഗീകരിക്കുകയില്ല. ജനങ്ങൾ ആഗ്രഹിക്കുന്ന, അവരോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഗവൺമെന്റിനെയാണ്. ജനപ്രതിനിധികളായിട്ടുള്ളവർ അവരിൽ ഒരാളായിരിക്കണം.
അതാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിൽ നിന്ന് ഇവർ ഒരുപാട് അകന്നു പോയിരിക്കുന്നു. UDF നയിക്കേണ്ട കോൺഗ്രസ് പാർട്ടി, അതിനൊരു പാർലമെന്ററി ലീഡർ തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കപ്പെടും. പക്ഷെ ഇപ്പോൾ ജനങ്ങളുടെ മുന്നിൽ ഒരു വലിയ സംശയം, ആരായിരിക്കും അടുത്ത സർക്കാരിനെ നയിക്കുന്നത്? അവിടെ ഒരു തമ്മിലടി ഉണ്ടാകുമോ? കാലുവാരിൽ ഉണ്ടാകുമോ? പരസ്പരം ചെളിവാരിൽ ഉണ്ടാകുമോ? വെറുമൊരു ആൾക്കൂട്ട പാർട്ടിയായി മാത്രം അതമ്പതിച്ച് പലപ്പോഴും നിൽക്കുന്ന കോൺഗ്രസിനെ മുന്നിൽ കണ്ട് ഒരു UDF പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമോ? ഇല്ല, അതൊരു LDF നെറേറ്റീവ് ആണത്. അങ്ങനെ നെറേറ്റീവ് സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് യാതൊരു പ്രശ്നങ്ങളോ വിഷയങ്ങളോ ഉണ്ടാവാൻ പോകുന്നില്ല. കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡറിനെ എല്ലാ കാലങ്ങളിലും അങ്ങനെയല്ലേ, ഒരു പാർലമെന്ററി പാർട്ടി ലീഡർ അവർ തിരഞ്ഞെടുക്കും. ആ പാർട്ടി വരുന്ന നേതാവ് മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കും. അതെല്ലാ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. ഇത്തവണ അങ്ങനെ തന്നെ ഉണ്ടാവും. ഒരു ഏകാഭിപ്രായത്തോടെ തന്നെ ആ വിഷയത്തിലേക്ക് നീങ്ങും. പിന്നെ ഇത്തവണ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്, മുന്നണിയിലെ സീറ്റ് ചർച്ച കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഒരു വിട്ടുവീഴ്ച സമീപനത്തോടെയാണ് എല്ലാ കക്ഷികളും നിൽക്കുന്നത്. സാധാരണ ഉള്ളതുപോലുള്ള പൊട്ടിത്തെറിയോ അസ്വാരസ്യങ്ങളോ ഒന്നും തന്നെ ഇത്തവണ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവാനും പോകുന്നില്ല. അതിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്താൻ പോകുന്നു, അങ്ങനെ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പൊ ഇതൊരു ടീം UDF എന്ന ആശയത്തെ ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ ടീം UDF ജനങ്ങളുടെ അംഗീകാരം ഉണ്ടാവും. നമ്മൾ സൈക്കോളജിക്കലായിട്ടൊന്ന് നോക്കിയാൽ ഒരു ടീം UDF മനസ്സ് എങ്ങനെയാണ്? ഒരു പരിഭ്രമം ഉണ്ടോ? അത് വളരെ സൂക്ഷ്മതയോടെ നീങ്ങണം എന്നൊക്കെ ഉള്ളു പറയുന്നുണ്ടോ? പരിഭ്രമങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ എല്ലാ കാര്യങ്ങളും വളരെ സസൂക്ഷ്മം ശ്രദ്ധിച്ച് തന്നെയാണ് പോകുന്നത്. ഗവൺമെന്റിന്റെ വീഴ്ചകൾ ഒരു മേഖലയിലല്ല. ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ വിവിധ മേഖലകളിലുണ്ട്. ഓരോ സെക്ടേഴ്സിലുമുള്ള പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് അഡ്രസ് ചെയ്ത് പോകണം. പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, UDF ഓരോ കാര്യങ്ങൾക്കും ഒരു ഓൾട്ടർനേറ്റീവും കൂടി പറഞ്ഞാണ് മുന്നോട്ട് പോകുന്നത്. ഒരു വെറുതെ വിമർശിച്ചു പോവുകയല്ല. എല്ലാ ഇപ്പൊ ആരോഗ്യ രംഗത്താണെങ്കിൽ പോലും അതിന് പകരമായി എന്ത് ചെയ്യാൻ കഴിയും, കേരളത്തിലെ ആരോഗ്യ മേഖല എങ്ങനെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും, എങ്ങനെ പൊതുവിതരണ ശൃംഖലയെ കൂടുതൽ ശാക്തീകരിക്കാൻ കഴിയും തുടങ്ങിയ ആശയങ്ങൾ കൂടി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ മുമ്പോട്ട് വെക്കും. ഇപ്പൊ ആരോഗ്യ കോൺക്ലേവ് ഞങ്ങൾ നടത്തി, ബിസിനസ് സമ്മിറ്റ് ഞങ്ങൾ നടത്തി, വിവിധ തലങ്ങളിലുള്ള ആൾക്കാരെ വിളിച്ച് ചർച്ച ചെയ്ത് അങ്ങനെ ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻ വരെ ഞങ്ങൾ നടത്തി. എന്നിട്ട് അതിൽ നിന്നുണ്ടാവുന്ന ആശയങ്ങളെ മുന്നോട്ട് വെച്ചാണ് പോകുന്നത്. ഇതിനു മുമ്പ് അങ്ങനെ കണ്ടിട്ടുണ്ടോ പ്രതിപക്ഷം ചെയ്യുന്ന? ഒരിക്കലും ഇല്ല. അപ്പം ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ഞങ്ങൾ കടക്കുന്നത്. ഒരു നാളെ നമ്മുടെ നാടിനെ എങ്ങനെ കൂടുതൽ ഉന്നതിയിലേക്ക് എത്തിക്കാൻ കഴിയും, കൂടുതൽ മികച്ച സാഹചര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ കഴിയും, എല്ലാ തരത്തിലും ജീവിത സാഹചര്യങ്ങൾ, അതാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. അതനുസരിച്ചുള്ള പദ്ധതികൾ ഞങ്ങൾ വിഭാവനം ചെയ്യുന്നു. ആ പദ്ധതികൾ തെരഞ്ഞെടുപ്പിലേക്ക് ഞങ്ങളുടെ പ്രകടന പത്രികയായി കടന്നു വരും. അതിനുള്ള അംഗീകാരവും തെരഞ്ഞെടുപ്പിലേക്ക് അനുകൂലമായി വരും. കോൺഗ്രസിൽ 3 മുഖ്യമന്ത്രി മോഹികളെയാണ് കാണാൻ കഴിയുന്നത്. 1 KC വേണുഗോപാൽ, 2 രമേശ് ചെന്നിത്തല, 3 VD സതീശൻ. ഹൈക്കമാൻഡ് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തോട് ഇവരിൽ ആരെയാണ് നിങ്ങൾ പിന്തുണയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരമായി? ഇവരാരെങ്കിലും മുഖ്യമന്ത്രി ആവണമെന്ന് അവരാരും പറഞ്ഞിട്ടുണ്ടോ? ആരും പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ എന്തിനാണ് വെറുതെ ഇല്ലാത്തൊരു കാര്യത്തെ കുറിച്ച് നമ്മൾ ഭാവനയോടെ സംസാരിക്കുന്നത്? ഇവർ 3 പേര് മുഖ്യമന്ത്രി ആവണം, ഇവർ 3 പേര് എവിടെയും പറഞ്ഞിട്ടില്ല, എന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. ഇതിനെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് വ്യക്തമായൊരു തീരുമാനം കോൺഗ്രസ് പാർട്ടി എടുക്കും. ആ എടുക്കുന്ന പാർലമെന്ററി പാർട്ടി നേതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി, UDF നേതാവായി കേരളത്തിലെ മുഖ്യമന്ത്രിയായി അധികാരത്തിൽ വരും, ചുമതലയേൽക്കും. ഇത് തമ്മിലടിയുടെ ലക്ഷണമാണോ അതോ കൂടുതൽ കഴിവുള്ളവർ ആ പാർട്ടിയിൽ ഉള്ളത് കൊണ്ടുള്ള പ്രശ്നമാണ്? അല്ലെ, അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണല്ലോ. അത് നേരത്തെ തന്നെ പലരും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് പറയാൻ കഴിയുന്ന ലീഡർഷിപ്പ് ഉണ്ട്, കളക്റ്റീവ് ലീഡർഷിപ്പ് ഇക്കാര്യത്തിലുണ്ട്. അത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDF ഒരു പ്രത്യേകതകളിൽ ഒന്ന് തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഇതിന്റെ അകത്ത് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പാർട്ടിയിലാണ്, കോൺഗ്രസ് പാർട്ടിയിലാണ്, UDFിലാണെന്നും വിവിധ കക്ഷികളിലൊക്കെയാണ് അഭിപ്രായ സ്വാതന്ത്ര്യം പ്രധാനപ്പെട്ട ഒന്നല്ലേ. അഭിപ്രായങ്ങൾ പറയുന്നത് തമ്മിലടിയാണെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? ഇല്ല. അഭിപ്രായങ്ങൾ ആർക്കും പറയാം. അതിന് വ്യാഖ്യാനം എങ്ങനെ നിൽക്കുന്നു എന്നതിനെ സംബന്ധിച്ചാണ്. പലപ്പോഴും മാധ്യമങ്ങൾ ആ രീതിയിലാണ് അതിന് വ്യാഖ്യാനിക്കാറുള്ളത്. അതാണ് അതിന്റെ ഒരു പ്രശ്നം. മാധ്യമങ്ങളുടെ വ്യാഖ്യാനത്തിന് വലിയ വിഷയമുണ്ട്. അല്ല, പിണറായി വിജയൻ ഒരു വലിയ നെറേറ്റീവ് ഉണ്ട്. കേരളത്തില് 2 വട്ടം ഭരിച്ചു, ഒരു വട്ടം കൂടി അവർക്ക് ഭരണം കിട്ടിയാൽ വികസന തുടർച്ച പൂർത്തിയാക്കാൻ കഴിയും. ഒരു കാലഘട്ടം അവർക്ക് കിട്ടി കഴിഞ്ഞതിൽ നിന്ന് അവര് പിന്നെ എന്താണ് അവര് കൂടുതൽ അതൊക്കെ ഞാൻ പറഞ്ഞ ഒരു PR വർക്കിന്റെ ഭാഗമായിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. ഇവിടെ ജനം ആഗ്രഹിക്കുന്നത് ഇവരുടെ പ്രവർത്തനം മതി. അവർക്ക് യഥാർത്ഥത്തിൽ ജനങ്ങൾ LDF മടുത്തിരിക്കുകയാണ്. അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും UDF അനുകൂലമായി വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അത് തന്നെ. ജനം LDF വെറുത്തു, മടുത്തു എന്നതിന്റെ എവിടെയെങ്കിലും ഒരു പ്രത്യക്ഷ തെളിവുകൾ നേരിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടോ? എല്ലാ തലങ്ങളും കാണാൻ കഴിയുന്നില്ലേ? വലിയ വിലക്കയറ്റം അനുഭവപ്പെടുന്നു. ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ നമ്മുടെ മലയോര മേഖലയിൽ ചെന്നാൽ അവിടുത്തെ അവസ്ഥ എന്താണ്?
അവർക്ക് ജീവിക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ട് അവിടുത്തെ മനുഷ്യ കർഷകരും കർഷക തൊഴിലാളികളും. നമ്മുടെ നാട്ടിലേക്ക് വന്ന അല്ലാതെ ഓരോ പ്രദേശങ്ങളിൽ ഇപ്പൊ ഓരോ കാർഷിക വിപണി, നമ്മുടെ ഒരു കാർഷിക സംസ്കാരമല്ലേ, ഏറ്റവും കൂടുതൽ കാർഷിക മേഖല ആസ്പദമാക്കി നിൽക്കുന്ന ഒന്നല്ലേ. ഇവിടുത്തെ കർഷകരുടെ അവസ്ഥ എന്താണ്? അവരുടെ വരുമാനം എവിടെയാണ്? കൃഷിഭൂമിയുടെ വിസ്തീർണം കുറഞ്ഞു വരികയല്ലേ കേരളത്തെ സംബന്ധിച്ചുള്ളത്. ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നു. ഇതൊക്കെ നെഗറ്റീവ് എഫക്ട്സ് അല്ലേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കുട്ടികൾ പോകുന്ന നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കുന്ന അനാവശ്യ വിവാദങ്ങളാണ് ഇതിന്റെയൊക്കെ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുന്നത്. വിലക്കയറ്റം കുടുംബ ബഡ്ജറ്റുകളെ ബാധിക്കുന്നു. വില വർദ്ധിപ്പിക്കാത്ത വെള്ളക്കരം വർദ്ധിപ്പിച്ച് പ്രധാനപ്പെട്ട വിഷയമല്ലേ, വൈദ്യുതി കരം വർദ്ധിപ്പിച്ചത്, വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചത്, സ്റ്റാമ്പ് ഡ്യൂട്ടി, ഭൂനികുതി, കെട്ടിട നികുതി, ഇതെല്ലാം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, സെസ്, അധിക സെസ് ഏർപ്പെടുത്തിയത്. അപ്പോൾ ഓരോ കുടുംബ ബഡ്ജറ്റുകൾ താളം തെറ്റിക്കിടക്കുകയാണ്. അതെല്ലാം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ വോട്ടിങ്ങിൽ പ്രതിഫലിക്കില്ലേ? ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അതുണ്ടായി, തീർച്ചയായിട്ടും ഉണ്ടായല്ലോ. അതുകൊണ്ടാണ് അവര് ഗവൺമെന്റ് കൂടുതൽ കെയർഫുൾ ആയിട്ട് ഇപ്പൊ പുതിയ പരിപാടിയായിട്ട് ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത്. ഒരു വശത്ത് ന്യൂനപക്ഷ ഏകീകരണം ഇപ്പോൾ നടക്കുന്നു. മുഖ്യമായി മുസ്ലിം സമുദായം UDF-ലേക്ക് അടുക്കുന്നു എന്ന് UDF തന്നെ സമ്മതിക്കുന്നു. ജമാഅത്ത് പോലെയുള്ള സംഘടനകൾ പരസ്യ പിന്തുണ നൽകുന്നു. ഇത്തരമൊരു സാഹചര്യം കൂടുതൽ ഹൈന്ദവ സമുദായ വോട്ടുകൾ UDF-ൽ നിന്ന് അകലാൻ ഇടവരുത്തില്ലേ? അത് നേരെ BJP-യിലേക്ക് പോയാൽ UDF-ന്റെ തന്നെ സ്പേസ് കുറയില്ലേ? UDF എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് നിർത്തും. അത് പല ആവർത്തി ലീഡേഴ്സ് വളരെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് നിർത്തി മുമ്പോട്ട് പോവുകയും വർഗീയതയ്ക്ക് കേരളത്തിൽ ഒരു സ്ഥാനവും ഉണ്ടാവുകയില്ല എന്നത് ഞങ്ങളുടെ പ്രഖ്യാപിത നയമാണ്. പക്ഷെ ജനങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് കേരളത്തിന് ഒരു മതേതര കാഴ്ചപ്പാടിന്റെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് UDF ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ക്രോസ് സെക്ഷൻസ്, എല്ലാ കമ്മ്യൂണിറ്റീസിന്റെയും പിന്തുണ UDF-ന് ഇത്തവണ ഉണ്ടാവും. അല്ല, തീവ്രവാദത്തിനെതിരെ വളരെ ശക്തമായ നിലപാടെടുക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ജമാഅത്തിനെ പോലും പരസ്യമായി തള്ളി പറഞ്ഞിരിക്കുന്നു. അവരുടെ ബാന്ധവം പരസ്യമായി ചോദ്യം ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു ഹൈന്ദവ ഏകീകരണത്തിന് സാധ്യമാകുമോ LDF-നെ സംബന്ധിച്ച്? UDF-ന് അനുകൂലമാണ് ഇന്നത്തെ പൊതുവായ രാഷ്ട്രീയം. അതിൻ്റെ അകത്ത് ഇപ്പൊ മുസ്ലിം കമ്മ്യൂണിറ്റിയിലും ക്രിസ്ത്യൻ ഹൈന്ദവ മേഖലകളിലും ഒക്കെ UDF-ന് അനുകൂലമായ നിലയിലുള്ള ഒരു ചിന്താഗതി ഇന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം കേരളത്തിൽ UDF വരണം എന്നത് എല്ലാ തലങ്ങളിലും ആവശ്യമാണ് എന്നത് പൊതുസമൂഹം ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ അതാണ് ആദ്യമേ പറഞ്ഞത്, പൊതുസമൂഹത്തിന്റെ ചിന്ത അക്കാര്യത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്, അത് UDF-ന് അനുകൂലമായ ഒരു തരംഗത്തിലേക്ക് വരുന്നു. ഈ തരംഗം വരുമ്പോൾ ഇതെല്ലാം ചേർന്ന് വരുന്ന ഒന്നാണ്. തരംഗം ഉണ്ടോ? അതാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. UDF-ന് വലിയ തരംഗം ഇന്ന് കേരളത്തിൽ നമുക്ക് അനുഭവപ്പെടും. അതിപ്പോ ഈ യാത്രയുടെ പുതുയുഗ യാത്രയുടെ അവർ ഫോളോ ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. എത്ര സീറ്റ് ഇക്കുറി കിട്ടും UDF-ന്? 100-ൽ കുറയാതെ സീറ്റിലേക്ക് UDF അധികാരത്തിൽ. അത് കനകോലുവിന്റെ കണക്കല്ലേ? അല്ല, കനകോലിന്റെ കണക്കല്ല. സാധാരണ മനുഷ്യരുടെ വികാരങ്ങളിൽ നിന്നും അവരുടെ പിന്തുണയിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ്. പക്ഷെ സതീശന്റെ യാത്രയിലൊക്കെ പല സ്ഥലങ്ങളിലും തമ്മിലടി, അവർക്കിടയിലെ നേതാക്കൾക്കിടയിലെ പ്രശ്നം, ഇതൊക്കെ വലിയ വാർത്ത. ഒരിടത്തും തമ്മിലടി ഉണ്ടായിട്ടില്ല. ഇവിടെ തമ്മിലടി ഉണ്ടായെന്നാണ് ഈ പ്രസംഗിക്കാൻ ഒരാൾ എഴുന്നേൽക്കുന്ന മറ്റൊരാൾ കഴുത്തിന് പിടിച്ചില്ല. അതെന്താന്നുള്ള വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ല, ഇത് ഒരു ഭാഗം മാത്രം എടുത്ത് വെട്ടി എയർ ചെയ്ത് കഴിഞ്ഞിട്ട് അത് അങ്ങനെയാണ് എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ തോതിൽ വ്യാജ പ്രചരണങ്ങൾക്കുള്ള സാധ്യത നിലനിൽക്കുന്നു. കാരണം ആ ഒരു PR വർക്കിന്റെ ഒരു നേച്ചർ വ്യാജ പ്രചരണങ്ങളിൽ അടിസ്ഥാനമാക്കിയാവും. അപ്പോൾ അങ്ങേപോലുള്ളവർ, പ്രത്യേകിച്ച് ഒരു മാന്യമായ രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തുന്ന ഈ കാലഘട്ടത്തിൽ ഈ വ്യാജ പ്രചരണങ്ങളെ ഭയക്കുന്നുണ്ട്. അതിനെ നേരിടാൻ കഴിയുമോ? അത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങളൊന്നും ഞങ്ങൾ ഭയക്കുന്നില്ല. വ്യാജ പ്രചാരണങ്ങൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതിനെ ഞങ്ങൾ ഭയക്കുന്നില്ല. വലിയ സൈബർ തീർച്ചയായിട്ടും അതിനെ മറികടക്കാൻ ഞങ്ങൾ കഴിയും. ഇന്നിപ്പോ അവരുടെ പലതരത്തിലുള്ള പ്രചാരണങ്ങൾ ഇൻഡിവിജ്വലൈസ് ചെയ്ത് തന്നെ ഇപ്പൊ ഓരോ UDF-ന്റെ MLA-മാർക്ക് നേരെയും അല്ലാതെയും ഒക്കെ പ്രതിപക്ഷ നേതാവിനെതിരെയും കോൺഗ്രസിന്റെ പല സമുന്നതരായ നേതാക്കൾക്കെതിരെയൊക്കെ വളരെ കരുതിക്കുട്ടിയുള്ള സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ട്. അത് പലപ്പോഴും വളരെ മോശമായ നിലയിലുള്ള പരാമർശങ്ങളിലൂടെ വരെ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളെ ഓവർകം ചെയ്യാൻ കഴിയുന്ന നിലയിൽ തന്നെ ആയിരിക്കും ഞങ്ങളും പദ്ധതികൾ വിഭാവനം ചെയ്തത്. ഞാൻ ഇന്നത്തെ കാലത്തല്ല, അത് പണ്ട് എൻ്റെ ഫാദർ മത്സരിക്കുന്ന 91-ല് അന്ന് ചാഞ്ചാടി നിന്ന പിറവം ചെരിയുന്നു എന്ന് പറഞ്ഞ് ഒരു സപ്ലിമെന്റ് അടിച്ചിറക്കി അന്നത്തെ LDF മണ്ഡലത്തിലെ ഇലക്ഷന്റെ തലേന്ന്. അത് അല്ല, ഒരു സപ്ലിമെന്റ്, വെറുതെ ഒരു സപ്ലിമെന്റ് അടിച്ചിറക്കി എല്ലാ പേപ്പേഴ്സിലും കയറ്റി അവർ വിട്ടു. പത്രമാണെന്ന് തോന്നി. മനോരമ, മാതൃഭൂമിയും, ദീപിക, മംഗളം ഉൾപ്പെടെ, കൗമുദി ഉൾപ്പെടെ എല്ലാ പേപ്പേഴ്സിലും. ഇംഗ്ലീഷിൽ കയറ്റി വിട്ടില്ല, കാരണം മലയാളം ആയതുകൊണ്ട്.
വലിയ വ്യാജ പ്രചാരണമായിരുന്നു. അതായത് ചാഞ്ചാടി എന്ന പിറവോ ചെയ്യുന്ന LDF-ന് അനുകൂലമായി അത് മാറ്റിയെടുക്കാൻ വരുന്നു എന്നാണ് ആ കണ്ടന്റ്, അതിന്റെ കണ്ടന്റ്. അപ്പൊ ഇത് രാവിലെ കണ്ടവരെല്ലാം അയ്യോ ഇതെന്നെ ഇങ്ങനെ എന്താ സംഭവിച്ചേ. അപ്പൊ വ്യാജ പ്രചാരണം ഇന്നിപ്പോ സോഷ്യൽ മീഡിയ കൂടുതൽ വലിയ നെറ്റ്വർക്കാണ്. അപ്പൊ വ്യാജ പ്രചാരണം നടത്താൻ കൂടുതൽ ഫീൽഡുകൾ ഇന്നുണ്ട്. അന്ന് ഒരു കാലത്തും അത്രമാത്രം ഒരു സംവിധാനം ഇല്ലാത്തപ്പോൾ ഈ സപ്ലിമെന്റ് അടിച്ച് വ്യാജ പ്രചാരണം നടത്തിയതിനെ അതിജീവിച്ചിട്ടുള്ളവരാണ് ഞങ്ങൾ. ഞാനിപ്പോ അന്ന് പിറവത്തൊരു കഥ എന്റെ ഓർമ്മയിൽ വന്നുകൊണ്ട് ഞാൻ പറഞ്ഞു. അങ്ങനെ ഓരോ പ്രദേശങ്ങളിൽ ഇങ്ങനെ അനവധി കഥകൾ അന്നത്തെ കാലഘട്ടത്തിലുണ്ട്. വ്യാജ പ്രചാരണം എല്ലാ കാലഘട്ടത്തിലും അവര് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടത്താറ്. 2012 ഞാൻ ഇലക്ഷനിലേക്ക് ഒരു പുതുമുഖമായി കടന്നു വരുമ്പോൾ എനിക്കെതിരെ ഒരുപാട് പ്രചാരണങ്ങൾ അന്ന് അഴിച്ചുവിട്ടതാണ്. പക്ഷെ അത്തരത്തിൽ പ്രചാരണങ്ങളെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞു. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, ജനങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാനും തിരിച്ചറിയുവാനും കഴിയും. അന്ന് ഈ പത്രങ്ങളിൽ ഇതെല്ലാം അടിച്ചു വെച്ചു കൊടുത്തിട്ടും അന്ന് എന്റെ പിതാവ് അവിടെ നിന്ന് നല്ല ഭൂരിപക്ഷത്തിലാണ് 1991 അദ്ദേഹം വിജയിച്ചു വരുന്നത്. അന്ന് ഇതിനെ കൗണ്ടർ ചെയ്യാൻ ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഇല്ല. ഇന്നിപ്പോ ഈ കൗണ്ടർ ചെയ്യാനായിട്ട് നമുക്ക് തന്നെ പിറ്റേ ദിവസം നേരെ ബൂത്തിലേക്ക് പോവുകയാണ്. ഇന്ന് നാളെ ഇലക്ഷൻ ആണെങ്കിൽ ഇന്ന് സൈലന്റ് ഡേ ആണ്. സൈലന്റ് ഡേ ആണ് ഈ രാവിലെ ചെല്ലുന്നത്. എങ്ങനെ അതിനെ ഞങ്ങൾക്ക് മാറ്റാൻ കഴിയുന്നത് എങ്ങനെയാണ്? എന്നിട്ട് പോലും അന്ന് വിജയിക്കാൻ കഴിയും. അപ്പൊ വ്യാജ പ്രചാരണങ്ങളൊന്നും അങ്ങനെയൊന്നും ജനങ്ങൾക്കറിയാം. വ്യാജ പ്രചാരണങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ അസസ് ചെയ്യാനും കഴിയും. ഇപ്പോൾ CPM-നുള്ള സംവിധാനങ്ങൾ PRD-യുടെ കീഴിൽ ഏകദേശം 150ഓളം താൽക്കാലിക ജീവനക്കാരെ, സ്ഥിര ജീവനക്കാരെ സൈബർ പ്രൊമോഷൻസിന് വേണ്ടി ഇരുത്തിയിട്ടുണ്ട്. കൈരളിയുടെ കീഴിലുണ്ട്, ദേശാഭിമാനിയുടെ കീഴിലുണ്ട്, മറ്റ് നിരവധി ഫ്രാക്ഷനുകളെ യൂണിറ്റുകളുടെ കീഴിലുണ്ട്. AKG സെന്ററിൽ ഒരു യൂണിറ്റ് ഉണ്ട്. ഏകദേശം 825ഓളം അംഗബലമുള്ള വലിയൊരു സൈബർ ടീമാണ് അവർക്കുള്ളത്. അപ്പോൾ ആർക്കെതിരെയും ഏത് പ്രചരണവും അവർക്ക് നിഷ്പ്രയാസം ചെയ്യാൻ കഴിയും. സൈബർ ഫാക്ടറികളിൽ നിന്ന് ക്യാപ്സൂളുകൾ പെട്ടെന്ന് പുറപ്പെടുവിക്കാൻ കഴിയും. ഈ ഒരു ശക്തി നിസ്സാരമല്ല. അങ്ങനെ അതിന്റെ അത്തരത്തിലുള്ള കാര്യം നിസ്സാരമായി ഞങ്ങൾ കാണുന്നില്ല. അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞത് ഓരോ വിഷയങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പബ്ലിക്കിന് സാധിക്കും, ജനങ്ങൾക്ക് കഴിയും. അപ്പൊ ജനങ്ങളുടെ ഒരു ബോധ്യത്തെ ഇത്തരത്തിലുള്ള തെറ്റായ പ്രചാരണങ്ങൾ കൊണ്ട് കീഴ്പ്പെടുത്താൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ അതിന് മറുപടി കൊടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള തീർച്ചയായിട്ടും ഞങ്ങളത് ടേക്കപ്പ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ അങ്ങേക്കെതിരെ ഇപ്പൊ ഇതിനകത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ അവരുടെ ഗവൺമെന്റിന്റെ എല്ലാ മേഖലകളെയും അവര് ഇതിനു വേണ്ടി മിസ്യൂസ് ചെയ്യുമല്ലോ. PRD ഉൾപ്പെടെ എല്ലാത്തിനും ഇതിനുവേണ്ടി മിസ്യൂസ് ചെയ്യാൻ, ആ വാക്ക് ഉപയോഗിക്കും, മിസ്യൂസ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സർവേ എടുത്ത് ശക്തമായ സമീപനം കോടതി അക്കാര്യത്തിൽ സ്വീകരിക്കേണ്ടതായിട്ട് വന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ഗവൺമെന്റിന്റെ എല്ലാ മേഖലകളെയും അവരുടെ വിവിധ വകുപ്പ് ബ്രാഞ്ചുകളെയും ഒക്കെ ഇതിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തില് ഈ അധികാര ദുർവിനിയോഗത്തിന്റെ ഒരു നേർചിത്രമാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അങ്ങേക്കെതിരെ ഒരു പ്രചരണം നടത്തണമെങ്കിൽ ഞൊടിയിടയ്ക്കുള്ളിൽ 850 കേന്ദ്രങ്ങളിൽ നിന്ന് മിസൈലുകളാണ് ഇങ്ങ് വരുന്നത്. അതെ തീർച്ചയായിട്ടും വരട്ടെ. അങ്ങനെ വരുന്ന സാധനം നമുക്ക് തിരിച്ചു കൊടുക്കാം. അപ്പൊ വ്യാജ പ്രചരണങ്ങളെ ഒന്നും ഭയപ്പെടുന്നില്ല. അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഭയപ്പെട്ട് നമുക്ക് ഒരു പരിപാടിയായിട്ട് നടക്കാൻ പറ്റുമോ? ഒരു പൊതുപ്രവർത്തനം നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ വിശ്വാസം നമ്മൾ ജനങ്ങളിലല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്. ജനങ്ങളുടെ പിന്തുണയാണ് നമുക്ക് ഉണ്ടാവുന്നത്. അപ്പൊ ജനങ്ങളുടെ പിന്തുണ ഉള്ള സ്ഥിതിക്കും അവരോട് ചേർന്ന് നിൽക്കുന്നുള്ളത് കൊണ്ടും അത്തരത്തിലുള്ള ഒരു പ്രചാരണങ്ങളും അതിനെ കീഴ്പ്പെടുത്തുമെന്ന് ഞാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള പ്രചാരണങ്ങൾ കൊണ്ട് എന്നെ മാറ്റി നിർത്താനോ അല്ലെങ്കിൽ UDF-ന്റെ ഏതെങ്കിലും നേതാക്കളെ മാറ്റി നിർത്താനോ കഴിയുമെന്ന് കഴിയുന്നില്ല. കാരണം ജനങ്ങളുടെ പിന്തുണ ഞങ്ങൾക്കുണ്ട്. അപ്പൊ ഈ ആക്രമണങ്ങളെ ലക്ഷക്കണക്കിന് ജനങ്ങൾ അങ്ങ് പ്രതിരോധിക്കും. അത് തന്നെയാണ് തീർച്ചയായിട്ടും പ്രതീക്ഷയല്ല, അത് അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ ഒരു ഏത് പ്രചാരണം വന്നാലും ഒരു വിഷയം വായിക്കുമ്പോൾ അതിലെ ശരിയും തെറ്റും തിരിച്ചറിയാൻ സാധിക്കും. പിന്നെ ഇപ്പൊ ഇറങ്ങുന്ന എല്ലാം ഇങ്ങനെയുള്ള പ്രചാരണങ്ങളാണ് എന്നുള്ള കൃത്യം. ഈ കഴിഞ്ഞ ദിവസം വിഷ്ണുനാഥിനെതിരെ ഒരു ബോധപൂർവ്വം ഒരു വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുക, വലിയ രീതിയിൽ അത് എയർ ചെയ്തു പോവുകയും ചെയ്തു. പക്ഷെ അത് തീർച്ചയായിട്ടും അതിനകത്ത് എന്താ സംഭവിച്ചതെന്നുള്ളത് മനസ്സിലാക്കാനും അതിനെ കൗണ്ടർ ചെയ്ത് കൊടുക്കാനും കഴിയും. അപ്പൊ കൗണ്ടർ ചെയ്യേണ്ട കാര്യങ്ങൾ കൗണ്ടർ ചെയ്ത് തന്നെ പോവും. എന്താണ് എന്റെ ഫാക്ട്സ് ആൻഡ് ഫാക്ച്വൽസ്. തീർച്ചയായിട്ടും ഈ പ്രചരണത്തിന് ഇടതുപക്ഷം തയ്യാറാക്കുന്ന ഒരു രഹസ്യ പദ്ധതിയുണ്ട്, എതിരാളികളെ ആക്രമിക്കുക ആദ്യം തന്നെ. അപ്പോൾ അതിനുവേണ്ടി നിരവധി ബോംബുകൾ ഇപ്പോൾ അണിയറയിൽ തയ്യാറെടുക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആക്രമിച്ച് വീഴിച്ചു. അതുപോലെ ഇനിയും ധാരാളം ആക്രമണങ്ങൾ ഉണ്ടാകാം. ഇപ്പൊ പ്രതിപക്ഷ നേതാവിനെതിരെ വലിയ ആക്രമണമാണല്ലോ അവർ നടത്തുന്നത്. പബ്ലിക്കായിട്ടും അസംബ്ലിയിൽ അത് കാണാൻ കഴിഞ്ഞു. അദ്ദേഹത്തെ പല സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലും വളരെ മോശമായി അദ്ദേഹത്തെ ചിത്രീകരിച്ചുകൊണ്ട് കാണാൻ കഴിയുന്നത്. അതെന്തുകൊണ്ടാണ്? അദ്ദേഹത്തെ അവർക്ക് ഭയമുണ്ട്, അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഭയമുണ്ട്, അതാണ് അവിടെ കാണാൻ കഴിയുന്നത്. പക്ഷെ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നമുക്ക് പ്രവർത്തനം നിർത്തി വീട്ടിൽ പോയിരിക്കാൻ പറ്റൂല്ലോ. നമ്മൾ കൂടുതൽ ശക്തമായി മുമ്പോട്ട് പോകും. UDF-നെ ഭയക്കുന്നു LDF.
അതാണല്ലോ കാണാൻ കഴിയുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ പല ക്യാപ്സ്യൂൾസും പലതരത്തിലുള്ള ആക്രമണങ്ങളും ഉണ്ടാവും, വ്യാജ പ്രചാരണങ്ങളും ഉണ്ടാവുന്നത് ആ ഭയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയല്ലേ? ഏറ്റവും വലിയ ആരോപണം യു ഡി എഫിനെതിരെ ഉയർത്തുന്നത് ഒന്ന്, യു ഡി എഫ് ഒരു വികസന വിരുദ്ധരാണ്, ഒരു കഴിവുകെട്ട സർക്കാരായിരിക്കും ഇനി യു ഡി എഫ് വന്നാൽ സംഭവിക്കുക. അതിനെയൊക്കെ എങ്ങനെ നേരിടും? കേരളത്തിലെ ഏത് ഫ്ലാഗ്ഷിപ്പ് പ്രൊജക്ട്സ് എടുത്താലും അത് വിഴിഞ്ഞം ഹാർബർ തൊട്ട് കണ്ണൂർ എയർപോർട്ട് വരെ നിങ്ങൾ നോക്കിക്കോളൂ, അതെല്ലാം യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ ആരംഭം കുറിച്ചതും നടപ്പിലാക്കിയതും കൊച്ചി മെട്രോ അടക്കം ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കേരളത്തിലെ പ്രൊജക്ട്സ് ഇന്നും പറയാൻ അത് തന്നെയല്ലേ നമുക്കുള്ളൂ. വിഴിഞ്ഞം ഹാർബർ ആവട്ടെ, കണ്ണൂർ എയർപോർട്ട് ആവട്ടെ, വല്ലാർപാടം ടെർമിനൽ ആവട്ടെ, നമ്മുടെ നെടുമ്പാശ്ശേരി ആവട്ടെ, കൊച്ചി മെട്രോ ആവട്ടെ, ഇതെല്ലാം എടുത്തെടുത്ത് ഓരോന്നായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ യു ഡി എഫിന്റെ ഗവൺമെന്റ് കാലഘട്ടത്തിൽ ആരംഭിച്ചതാണ് പ്രധാനപ്പെട്ട പ്രൊജക്ട്സ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒട്ടനവധി കാര്യങ്ങൾ. അതുകൊണ്ട് വികസന വിരോധികളാണ് യു ഡി എഫ് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? വികസന കാര്യങ്ങളെ ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കാനും അതിനെ നടപ്പിലാക്കാനും സാധിച്ചിട്ടുള്ള ഗവൺമെന്റ് യു ഡി എഫിന്റെ ഗവൺമെന്റ് തന്നെയാണ്. ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ വെൽഫെയർ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് ഐക്യനാധിപത്യ മുന്നണി സർക്കാരിന്റെ കാലത്താണ്. കാരുണ്യ ബെനഫിറ്റ് ഫണ്ട്, കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി, 1 രൂപയ്ക്ക് അരി കൊടുക്കുന്ന സ്കീം, പറഞ്ഞു വന്നാൽ എത്രയോ സ്കീംസ് ഉണ്ട്. അപ്പം വലിയ ഡെവലപ്മെന്റ്സിലും ഒപ്പം തന്നെ നമ്മുടെ ഈ പറഞ്ഞ വെൽഫെയർ പദ്ധതികൾക്കും ഒക്കെ വലിയ തുടക്കം കുറിക്കാൻ കഴിഞ്ഞിട്ടുള്ള യു ഡി എഫ് സർക്കാരിന്റെ സമയത്താണ്. ഒപ്പം തന്നെ ഈ MLA-മാർക്കുള്ള പ്രാദേശിക വികസന ഫണ്ട് ഇംപ്ലിമെന്റ് ചെയ്താരാ? യു ഡി എഫ് ഗവൺമെന്റ് ആണ്. ആ പ്രാദേശിക വികസന ഫണ്ട് ഇന്ന് കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളുടെ ഗ്രാമീണ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം വളരെ വലുതാണ്. തീർച്ചയായിട്ടും വളരെ വളരെ വലുതാണ്. അപ്പൊ ഇതൊക്കെ അപ്പം ഡെവലപ്മെന്റ്സ് മെയിൻ പ്രോജക്ട്സിലൂടെയും ഗ്രാമീണ മേഖലകളിലേക്കും എത്തിക്കാൻ കഴിയുന്ന നിലയിൽ വളരെ കൃത്യമായി യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ വിഭാവനം ചെയ്യാൻ കഴിഞ്ഞു. അപ്പൊ ഞങ്ങള് വികസന വിരോധികളാണെന്ന് അന്ന് 140 MLA-മാർക്ക് അന്ന് 5 കോടി രൂപ ഡെവലപ്മെന്റ് ഫണ്ട് നടക്കുകയാണത്. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് സമയത്ത് അദ്ദേഹം ധനകാര്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ഇത് നടപ്പിലാക്കുന്നത്. ഇന്നിപ്പോ ഈ കാണിക്കുന്ന പോലെ പരിപാടിയല്ല ഞങ്ങൾ കാണിച്ചത്. നേരത്തെ പറഞ്ഞ എല്ലാവർക്കും തുല്യമായിട്ടാണ് കൊടുക്കുന്നത്. ഇന്ന് യു ഡി എഫ് MLA-മാർക്ക് റോഡ് വികസനത്തിന് 4 കോടി രൂപ, LDF MLA-മാർക്ക് 8 തൊട്ട് 10 കോടി രൂപ റോഡ് വികസനത്തിന്. അങ്ങനെയുള്ള വേർതിരിവൊന്നും യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ കാണിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഞങ്ങളെ വികസന വിരോധികൾ എന്നൊന്നും പറഞ്ഞ് ആരും മുദ്രകുത്താൻ വരണ്ട. അത് കൂടുതൽ വികസനോന്മുഖമായ കാഴ്ചപ്പാടുകളിലൂടെ തന്നെയാണ് യു ഡി എഫ് മുമ്പോട്ട്. കേരള വികസനത്തിന് ഒരു ക്യാപ്റ്റന്റെ ആവശ്യമില്ല, പിണറായി വിജയനെ പോലൊരു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇത്ര ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയും ഞങ്ങൾക്ക് ടേക്കപ്പ് ചെയ്യാൻ കഴിയും. മറുവശത്ത് രാഷ്ട്രീയമായി ചിന്തിക്കുമ്പോൾ CPM-ന് ഒരു അപജയം സംഭവിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത് കാണാനുണ്ടല്ലോ, പലതരത്തിലും. ഇപ്പൊ ഈ അവരുടെ വികസന മുന്നേറ്റ ജാഥയിൽ തന്നെ പല വേദികളിലും അവര് കൊണ്ടുവന്ന് കാണിച്ച ചില നാടകങ്ങൾ ഈ കഴിഞ്ഞ ദിവസം അല്ല, അങ്ങനത്തെ PR വർക്കല്ല. PR വർക്ക് എല്ലാവരും ചെയ്യും, പക്ഷെ പൈസ പോക്കറ്റ് അതൊക്കെ പേർപ്പസ്ഫുള്ളി കാണിക്കുന്ന ഒന്നായി മാറുകയാണ്. അപ്പൊ ഇതൊക്കെ തീർച്ചയായും അങ്ങനെ ഒരു പാർട്ടിയിൽ നിന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതിന്റെ ആവശ്യം എന്താ? അവർക്ക് അത്രമാത്രം കോൺഫിഡൻസ് ലെവൽ താന്നിരിക്കുന്നു. അത് ഈ പറഞ്ഞ പോലെ പലതരത്തിലുള്ള വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് തന്നെ ഒരു വിശ്വാസക്കുറവുണ്ട്. അതാണ് അവിടെ കാണാൻ കഴിയുന്നത്. അല്ല, പ്രചരണമൊക്കെ PR ടീമുകൾ ഏറ്റെടുത്തതിന്റെ ഒരു ഭാഗമായിരിക്കില്ല, അതിന്റെ ന്യൂനതയാണ് ഇപ്പൊ കണ്ടത്. ഇക്കുറി UDF വരുമെന്ന പൂർണ്ണ വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും, അല്ലേ? തീർച്ചയായിട്ടും UDFന്റെ ഗവൺമെന്റ് ഫോം ചെയ്യും. അത് ആവശ്യം തന്നെയാണ്. കേരളത്തിലൊരു മതേതര ജനാധിപത്യ സംവിധാനത്തെ കൂടുതൽ ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ UDF ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരിക എന്നത് അനിവാര്യമായ ഒന്നാണ്. അത് പൊതുസമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും. വളരെ നന്ദി ശ്രീ അനൂപ് ജേക്കബ്. നന്ദി, നമസ്കാരം.